ക്രൈസ്തവ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റ് സെയിൻറ്റ് അഗസ്റ്റിനാണ്. ദൈവശാസ്ത്രജ്ഞന്മാരും മാർപ്പാപ്പമാരും വിശ്വാസ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതേപ്പറ്റി 5-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വിശുദ്ധ ആഗസ്തീനോസ് എന്ത് ആണ് പറഞ്ഞിരിക്കുന്നത് നോക്കാതെ പഠിപ്പിക്കാറില്ല. അപ്പോൾ വിശ്വാസ പ്രബോധനത്തിൻ്റെ അതോറിറ്റിയാണ് വിശുദ്ധ അഗസ്റ്റിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുവിശേഷ വേലയെപ്പറ്റി പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഗസ്റ്റിൻ പറഞ്ഞു, മറിയം വഴിയും മറിയത്തിലൂടെയുമാണ് നരകുല പരിത്രാണത്തിനായി ദൈവസുതനായ കർത്താവ് മനുഷ്യനായി അവതരിച്ചത്. അവളെയാണ് തൻ്റെ പുത്രനും അവിടുത്തെ നിഗൂഢ ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾക്കും രൂപം കൊടുക്കാൻ തക്കവിധം പ്രസാദവര സമൃദ്ധി നൽകി ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭാ സംഭവം എന്ന് വിളിക്കപ്പെടുന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിൽ 2625 മെത്രാന്മാരും ലോകത്തിലെ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് കൂടി 4 വർഷം നിരന്തരമായി പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ശേഷം സഭയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ 16 രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ഏകരേഖയായ ലൂമൻ ജെൻസിയും അല്ലെങ്കിൽ തിരുസഭ. ആ രേഖയുടെ 58-ാമത്തെ ഖണ്ഡികയിൽ തിരുസഭ ഔദ്യോഗികമായി ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഒരേ സമയം ക്രിസ്തുവിൻ്റെ അമ്മയും സഭയുടെ അംഗവുമായ മറിയം അതേസമയം തിരുസഭയുടെ മാതാവും ആകുന്നു. അങ്ങനെ അവളുടെ പുത്രൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങൾക്ക് അവൾ ജന്മം നൽകുന്നു. അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അക്ഷയമായ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥതയിലൂടെയാണ് അവൾ ഇത് നിർവഹിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധ ജോൺ പോൾ പാപ്പായാണ്. 100-ൽ അധികം രാഷ്ട്രങ്ങളിൽ തന്നെ നേരിട്ട് ചെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചയാളാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ലോകദൃഷ്ടിയെ നോക്കിയാൽ തീർത്തും നിസ്സാരനായിരുന്നു. ജനിച്ച് അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ പെറ്റമ്മ മരിച്ചുപോയി. തള്ളയില്ലാതെ വളർന്നൊരു കുഞ്ഞിന് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? 12-ാമത്തെ വയസ്സിൽ ഏക സഹോദരൻ മരണമടഞ്ഞു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഒരു പകർച്ചവ്യാധി പിടിപെട്ട 100 കണക്കിന് രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ ഡോക്ടറിന് ആ രോഗികളുടെ രോഗം ബാധിച്ച് മരിച്ചുപോയി. പിന്നീട് ആകെ ഉള്ളത് അപ്പനാണ്. അപ്പനും രോഗിയായി. അങ്ങനെ ജോൺ പോൾ തൻ്റെ ജീവിതത്തിൻ്റെ യുവത്വകാലത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ആ കാലത്തിൽ സന്തോഷിക്കാനൊന്നും സാധിച്ചില്ല. അദ്ദേഹം പാറമടയിൽ പോയി കല്ല് വെട്ടി കൂലിപ്പണി എടുത്താണ് അപ്പനെ സംരക്ഷിച്ചിരുന്നത്, രോഗിയായ അപ്പനെ. ഒരു ദിവസം അദ്ദേഹം കൂലിപ്പണിയെടുത്ത് അപ്പനുള്ള മരുന്നുമായി വീട്ടിൽ രാത്രി വന്ന് കയറിയപ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന അപ്പനെയാണ്. ആ വീട്ടിൽ വേറെ ആരുമില്ല. 20 വയസ്സുള്ള യുവാവ് അന്ന് നേരം വെളുക്കുന്നവരെ സ്വന്തം പിതാവിൻ്റെ ശവശരീരത്തിന് മുമ്പിൽ ഒരു കൊന്തയുമായിരുന്നു കരഞ്ഞു. അദ്ദേഹമാണ് ലോകത്തെ കീഴടക്കിയ ഏറ്റവും വലിയ സുവിശേഷകനായി ഈ നൂറ്റാണ്ട് ആചരിക്കുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം 2002 മരിക്കുന്നതിന് 3 കൊല്ലം മുമ്പ് 2002 ഒക്ടോബറിൽ റൊസാരിയം വെർജിനിസ് മരിയെ എന്ന ഒരു അമൂല്യ നിധി സഭയ്ക്കും ലോകത്തും നൽകി.
കന്യാമറിയത്തിൻ്റെ ജപമാല എന്നുള്ള അപ്പസ്തോലിക ആഹ്വാനം, അതിൻ്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ തന്നെ അദ്ദേഹം ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു. ഇതിങ്ങനെയാണ്: എൻ്റെ പരമാചാരിത്വത്തിൻ്റെ 25-ാം വർഷം ആരംഭിക്കുമ്പോൾ ഞാൻ ഏറ്റുപറയുന്നു, സന്തോഷത്തിൻ്റെ വേളകളിലും ബുദ്ധിമുട്ടിൻ്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ ഇതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ഉണ്ടായി. ജപമാലയിലൂടെ ഈ നാളുകളിൽ ഞാൻ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നേടിയത്. എല്ലാം നിൻ്റേത് തോത്തൂസ് തുവൂസ് എന്ന ഏറ്റുപറച്ചിലൂടെ അമ്മയുടെ സംരക്ഷണത്തിനാണല്ലോ ഞാൻ എൻ്റെ പാപ്പാ ശുശ്രൂഷയെ തുടക്കത്തിൽ തന്നെ സമർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെയൊക്കെ വീക്ഷണം വളരെ കൃത്യമായിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ രക്ഷകൻ ഭൂമിയിലേക്ക് വന്നത് മറിയത്തിലൂടെ ആകുവണം എന്ന് ദൈവനിശ്ചയമാണ്. അത് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് വേറൊരു മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ദൈവം ഇങ്ങനെ ഒരു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു യഥാർത്ഥ സുവിശേഷകൻ അഹങ്കാരി അല്ലെങ്കിൽ, എളിമയുള്ളവനാണെങ്കിൽ ദൈവം കാണിച്ചു തന്ന മാർഗമേ സ്വീകരിക്കാവൂ. സ്വന്തം വഴിയെ സുവിശേഷം അറിയിക്കുന്നവൻ അഹങ്കാരിയാണ്. സ്വന്തം കണ്ടുപിടുത്ത സ്വന്തം രീതികളും അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ദൈവം കാണിച്ചു തന്ന മാർഗത്തിൽ പോയാൽ മതി. നമ്മൾ സഭയുടെ ചരിത്രം മുഴുവൻ പഠിപ്പിക്കുന്നത്, ആരെല്ലാം തന്നിഷ്ടപ്രകാരം സുവിശേഷ വേലയും ഇറങ്ങി തിരിച്ചോ അവരെല്ലാം ദൈവത്തെ നശിപ്പിച്ചു, സഭയെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് വരാം, അച്ചോ എനിക്കൊരു പുതിയ ടീച്ചിങ് കിട്ടിയിട്ടുണ്ട്, പറയാൻ ചാൻസ് തരാം. ഞാൻ വേണ്ട, അതിൻ്റെ പേര് തന്നെ വേണ്ട, എന്നെ വേണ്ട, ഇവിടെ എൻ്റെ പുതിയ ടീച്ചിങ് ഇവിടെ വേണ്ട, സഭ പഠിപ്പിക്കുന്നത് മതി. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. ജോൺ പോൾ പാപ്പ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന അമൂല്യ ഗ്രന്ഥപാരായണമാണ്. ആ പുസ്തകം എഴുതിയിട്ട് പിശാചിന് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് 150 കൊല്ലം ഒരു ട്രങ്ക് പെട്ടിക്കകത്ത് അടച്ചു പൂട്ടി മറഞ്ഞു കിടന്നുവെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചു അത്. കാരണം ട്രൂ ഡിവോഷൻ ടു മേരി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കത്തോലിക്ക രീതിയിലുള്ള മരിയഭക്തി ആണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാതൽ ഇതാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: പരിശുദ്ധ മറിയത്തിലൂടെ ആണ് യേശു ലോകത്തിലേക്ക് വന്നത്. സിമ്പിളാണ്. അവൾ വഴി തന്നെ വേണം അവിടുന്ന് ലോകത്തെ ഭരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇപ്രകാരം കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്: മറിയം ലോകത്തിൽ വേണ്ട വിധം പ്രഘോഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ക്രിസ്തു ലോകം മുഴുവനിലും പ്രഘോഷിക്കപ്പെടാത്തത്. അപ്പോൾ ഈ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ആ ആധ്യാത്മികത പിഞ്ചെന്ന ഒരുപാട് മാർപ്പാപ്പന്മാർ അവരെല്ലാവരും ഏറ്റു പറയുന്നുണ്ട്, ഈ ഡിവോഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ജീവിതം ശരിപ്പെടുത്താൻ പറ്റിയതും സഭയെ സേവിക്കാൻ പറ്റി. അത് മറിയത്തിലൂടെ യേശുവിലേക്ക് എന്നൊരു വളരെ പഴഞ്ചൻ ആശയമായി നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് ദൈവത്തിൻ്റെ മാർഗം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, സഭയെ തകർക്കാൻ ശത്രുക്കൾ എന്നൊക്കെ എവിടെയൊക്കെ ഒരുമിച്ച് കൂടിയോ അവിടെയെല്ലാം മറിയം വന്നിറങ്ങിയിട്ടുണ്ട്. വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി സഭയുടെ ശത്രുക്കൾ എപ്പോഴൊക്കെ സംഘടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം
ദൈവത്തിൻ്റെ അമ്മ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ലൂർദ് എടുക്കാം. എന്താണ് ലൂർദിൻ്റെ ചരിത്രം? കാർൽ മാർക്സ് ലോകത്തെ പഠിപ്പിച്ചു ദൈവത്തെ ആവശ്യമില്ല, ഈ കാണുന്ന ലോകമാണ് സർവപ്രധാനം, ഇതിനപ്പുറത്ത് യാതൊരു യാഥാർത്ഥ്യത്തിനും പ്രസക്തിയില്ല, ദൈവത്തിൻ്റെ പ്രസക്തിയേ ഇല്ല. ആയിരത്തിന് സിഗ്മണ്ട് ഫ്രോയിഡ് വന്ന് പഠിപ്പിച്ചത് എന്താ? മനുഷ്യരെല്ലാം ഒരു തരത്തിൽ ഭ്രാന്തന്മാരാണ്. ആ ഭ്രാന്തം ഉള്ളത് കൊണ്ടാണ് മതത്തിന് ആവശ്യകത അവർക്ക് തോന്നുന്നത്. അവർ നോർമൽ ആയിരുന്നെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യം തോന്നിയില്ലായിരുന്നു. മൂന്നാമത്തെ മഹാനാണ് ഡാർവിൻ. അദ്ദേഹം എന്താ പഠിപ്പിച്ചത്? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതല്ല. ഇപ്പൊ ഈ മൂന്ന് പ്രധാന നേതാക്കന്മാരും യൂറോപ്പിൽ വളരെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ സമയത്താണ് മാതാവ് വരുന്നത്, ലൂർദിൽ. ആ കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലം. ഫ്രഞ്ച് വിപ്ലവം എന്തായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന് ലീഡേഴ്സ് എന്താ ചെയ്തെന്നറിയാവോ? പാരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ, നോർത്തർദാം കത്തീഡ്രലിന്റെ പ്രധാന അൾത്താരയിൽ, പാരീസിലെ ഏറ്റവും പേര് കേട്ട വേശ്യയെ കൊണ്ടുവന്ന അൾത്താരയെ കിടത്തി വ്യഭിചാര കർമ്മം ചെയ്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. ദൈവത്തെ നിന്ദിക്കാൻ, ദൈവത്തെ ഏത് മാക്സിമം തരത്തിൽ നിന്ദിക്കാൻ പറ്റുമോ ആ തരത്തിൽ നിന്ദിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഇതിനെല്ലാം ഉള്ള മറുപടിയാ, സ്വർഗത്തിന്റെ മറുപടിയാ. സ്വർഗത്തിന്റെ കന്യക തന്നെ ലൂർദിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ഞാൻ ഉത്ഭവം പോലും ഇല്ലാത്ത ദൈവത്തിന്റെ അമ്മയാണ്. അന്ന് മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകത്തിൽ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമല്ലേ ലൂർദ്? അവിടെ നടക്കുന്നിടത്തോളം മാനസാന്തരം എവിടെ നടക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു മരിയൻ അപ്പൊരീഷ എന്ന സ്ഥലമാണ് ഗോഡലൂപ്പെ, മെക്സിക്കോ സിറ്റിയുടെ അടുത്താണ് ആ സ്ഥലം. എന്താണ് അവിടുത്തെ ചരിത്രം? അവിടെ നരബലിയുടെ കേന്ദ്രമായിരുന്നു. അതിൻ്റെ പിരമിഡ് ഈ 2 കൊല്ലം ഞാൻ പോയി കണ്ടതാ. ആ പിരമിഡ് ഇപ്പോഴും ഉണ്ട്. അവർ വിചാരിച്ചിരുന്നത് സൂര്യൻ ദൈവമാണെന്നാണ്. ഈ സൂര്യനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ സൂര്യൻ കോപിക്കുകയും ഭൂമിയോടടുത്ത് വരികയും അങ്ങനെ ഭൂമിയിലുള്ളവരെല്ലാം കത്തി കരിഞ്ഞു പോവുകയും ചെയ്യും എന്നവർ തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൂര്യദേവനെ പ്രസാദിപ്പിക്കാനുള്ള വഴികൾ അവർ ആലോചിച്ചു. അവർക്ക് തോന്നിയത് യുവാക്കളാണ് എല്ലാവർക്കും വേണ്ടത്. പിശാചിന് വേണ്ടത് യുവാക്കളെ തന്നെയാണ്. സഭ മാത്രം യുവാക്കളെ കഴിയുന്ന പേടിച്ച് ഒഴിമാറ്റി നിർത്തിയിട്ടുള്ളൂ. പിശാചിന് നന്നായിട്ടറിയാം ഏറ്റവും നല്ലത് പിശാചുക്കൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്ത പറഞ്ഞു കൊടുത്തത്, ഒരു യുവതിയെ നറുക്കിട്ടെടുത്ത് അവളുടെ കഴുത്ത് മുറിച്ച് ആ ചുടി ചോരയെടുത്ത് സൂര്യദേവന് ബലിയായിട്ട് അർപ്പിക്കാമെങ്കിൽ സൂര്യൻ തൽക്കാലം അടങ്ങും. ഓരോ ദിവസവും ഒരു ബലിയാണ്. 24 hours കഴിയുമ്പം ഈ നമ്മുടെ ആൻറ്റിബയോട്ടിക് പോലെ ആ സമയം കഴിയും പിന്നെയും തുടങ്ങും. അപ്പം അടുത്ത കൊച്ചിനെ കുലി അർപ്പിച്ചോളും. അങ്ങനെ അവർ നൂറ്റാണ്ടുകളായി ആ നാട്ടിലെ പെൺപിള്ളേരെ എല്ലാം പിടിച്ച് കൊന്ന് സൂര്യദേവന് ഉയർപ്പിച്ചു. ഇത് തടയാൻ വേണ്ടി ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം പരിശ്രമിച്ചു, വിജയിച്ചില്ല. പട്ടാളം രംഗത്തിറങ്ങി, അവർ തോറ്റോട്ടേണ്ടി വന്നു. അവസാന സ്വർഗത്തിൻ്റെ കന്യക ഇറങ്ങി 1531 ഡിസംബർ മാസത്തിൽ 12 തീയതി തോന്നുന്നു. ഹ്വാൻ ഡിയേഗോ എന്ന് പറയുന്ന കൃഷിക്കാരൻ പള്ളിയിലേക്ക് പോവുകയാണ്. വഴി വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ടെപ്പിയാക്കോ എന്ന് പറയുന്ന ഒരു മലയുണ്ട് അവിടെ വെച്ചാണ്. അതീവ സുന്ദരിയായൊരു സ്ത്രീയെ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും സുന്ദരിയായ സ്ത്രീയെ മാതാവ് സ്വയം പരിചയപ്പെടുത്തി, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ അമ്മയാണ്. ഇവിടെ ഒരു ദേവാലയം പണിയണം, ഇത് നീ മെത്രാനച്ചനെ അറിയിക്കാൻ പറഞ്ഞു. ഈ പാവം കൃഷിക്കാരന് ഒരൊറ്റ ഓട്ടോ എടുത്തപ്പോൾ മെത്രാനച്ചനെ അറിയിച്ചെന്ന് പറഞ്ഞപ്പോൾ മെത്രാനച്ചൻ പറഞ്ഞ കാര്യം നല്ലതാ പള്ളി പണിയുന്നത്, പക്ഷേ സ്വർഗത്തിൽ നിന്ന് വന്ന് പറയുന്നത് എനിക്കെന്താ ഉറപ്പിരിക്കുന്നത്. ഒരു പണി ചെയ്യ്, നീ ഇനി അവളെ കാണുകയാണെങ്കിൽ ഒരടയാളം തരാൻ പറയാം. ഞാൻ ഈ പാവത്തം തിരിച്ചു പോയി
പിറ്റേ ദിവസം അദ്ദേഹത്തിന് ആ വഴിയിലൂടെ പോകേണ്ട ആവശ്യം വന്ന മനഃപൂർവ്വം ആ വഴിയിലൂടെ പോകില്ല. എങ്ങാനും ആ കന്യക വീണ്ടും വന്ന് ചോദിച്ചാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു അദ്ദേഹം വഴി മാറിപ്പോയി. അപ്പൊ പുതിയ വഴി നിൽക്കുന്നു. അവള് പിന്നെയും ചോദിച്ചു, നീ പത്രാച്ചോട് പറഞ്ഞോ? പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ഒരടയാളം തന്നെ എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് പോയി. മഞ്ഞ് പെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, മഞ്ഞ് പെയ്ത് കിടക്കുന്ന സ്ഥലത്ത് ഒരു പുല്ല് പോലും കരിഞ്ഞു പോകും. മരങ്ങളൊക്കെ അല ഒഴിച്ചു കളയും, ഉണക്ക മരമായി പോകും. മാതാവ് കൂട്ടിക്കൊണ്ട് പോയത് വലിയൊരു പൂന്തോട്ടത്തിലേക്കാണ്. അത് കണ്ടപ്പോൾ തന്നെ ഹ്വാൻഡിയകം ഒന്ന് പൊട്ടി കരയാൻ തുടങ്ങി. കാരണം അവിടെ ഒരു പുല്ല് പോലും കിളുക്കാത്ത സ്ഥലത്ത് എങ്ങനെ ഒരു പൂന്തോട്ടം? അതൊരു കരിമ്പാറക്കൂട്ടത്തിനിടയ്ക്കാണ്, നിറയെ റോസാപ്പൂക്കൾ. മാതാവ് തന്നെ കുറേ പൂക്കൾ അറുത്ത് അദ്ദേഹത്തിൻ്റെ മേലങ്കിയിൽ ഇട്ട് കൊടുത്തിട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. വേഗം ഫ്രഷായിട്ട് തന്നെ മെത്രാനിച്ചൻ കാണട്ടെ. കൊണ്ടുവന്ന് ഇത് കണ്ടപ്പോൾ തന്നെ മെത്രാനിച്ചൻ്റെ സംശയങ്ങളൊക്കെ പോയി. മെത്രാനിച്ചൻ മുട്ട് കുത്തി നിലത്ത്. പൂക്കൾ കുടഞ്ഞിട്ട് ഇങ്ങനെ മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലങ്കിയിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയുടെ അതേ രൂപം പതിഞ്ഞിരിക്കുന്നു. അവിടെ കൂട്ടടക്കം നിലവിളിയായി. എല്ലാവരും കരഞ്ഞു. കാരണം ആ ചിത്രം നിങ്ങൾക്ക് പോയാൽ എന്ന് കാണാം. 40 കൊല്ലത്തിൽ കൂടുതൽ ആ തുണി നിലനിൽക്കുകയില്ല. ഇന്നിപ്പോൾ 500 കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു വിളിമ്പ് പോലും പോയിട്ടില്ല. വേറെ ഒരു സംരക്ഷണം കൊടുത്തിട്ടുമില്ല. ആ പ്രധാന ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ മാതാവിൻ്റെ രൂപമാണ്. കണ്ടിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ സംഭവിച്ചതറിയാവോ? ഈ ഭരണകൂടങ്ങളും പട്ടാളവും ഇറങ്ങി തലങ്ങും വിലങ്ങും വെട്ടിയിട്ട് നരബലിയിൽ നിന്ന് മാറാത്ത മനുഷ്യര് അടുത്ത 5 വർഷത്തിനുള്ളിൽ 8 മില്യൺ പേര് മാമൂസ മുങ്ങി. നരബലി അവസാനിച്ചു. അവിടുത്തെ കണക്കിലുണ്ടത് 8 മില്യൺ, അതായത് 80 ലക്ഷം ഈ കാട്ടുജാതിക്കാര് ക്രിസ്തുവിനെ സ്വീകരിച്ചു, രക്ഷ സ്വന്തമാക്കി ഉത്തമ കത്തോലിക്കരായിട്ട് മാറി. ആരാ ഏറ്റവും വലിയ എവാഞ്ചലിസ്റ്റ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ മജ്ഗോറി എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാകും കുറേ പേര്. ഞാൻ പോയിട്ടുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഒരു 10,000 കുമ്പസാരക്കൂടി ഇരിപ്പുണ്ട്. അവിടെ യൂറോപ്പിൽ ഉള്ളവരാ കൂടുതൽ വരുന്നത്. യൂറോപ്പും പൊതുവെ വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ വരുന്ന എല്ലാവരും വിശ്വാസികളായിട്ട് തിരിച്ചു പോകുന്നു. അവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രസംഗിക്കാറില്ല. മാതാവിനെ പറ്റി പ്രസംഗിച്ച് ഞാൻ കേട്ടില്ല. അവിടെ പ്രസംഗിക്കുന്നത്, അവിടെ 3 കുർബാനയുണ്ട്, കൊന്തോമസ്കാരമുണ്ട്, വേറെ ഒന്നും അവിടെയില്ല. ദിവസം 3 കുർബാനയുണ്ട്, കൊന്തോമസ്കാരമുണ്ട്, വേറെ ഒന്നും അവിടെയില്ല. അവിടെ വന്ന് കാലുകുത്തുന്നവരൊക്കെ രക്ഷ സ്വീകരിച്ചാൽ പോകും. എനിക്ക് സ്വിറ്റ്സർലൻഡുകാരൊരാളെ ഞാൻ കണ്ടുപിട്ടി. അയാൾ പറഞ്ഞു, അയാൾ കാശിൻ്റെ കൊഴുപ്പ് കൂടിയപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു, അഹങ്കാരിയായിട്ട് ജീവിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിക്ക് ഒരു നേർച്ച നേർന്നു, ലൂർദിൽ പോകേണ്ട ആവശ്യമാണ്. ആ സ്ത്രീയുടെ ഭർത്താവിന് പെട്ടെന്ന് ഒഫീഷ്യലായ ചില കാര്യങ്ങൾ വന്ന് കൂടെ പോകാൻ പറ്റാതായി. ആങ്ങളെ വിളിച്ചു. ആങ്ങളെ പറഞ്ഞു, എന്നോടാണോ നീ വിളിക്കുന്നത് ഫാത്തിമയ്ക്ക് പോകാൻ? ഞാൻ ആരാന്നും അറിയാൻ പാടില്ലേ? നിരീശ്വരവാദി. അല്ല, നീ എൻ്റെ കൂട്ടത്തിൽ പോന്നാൽ മതി, നീ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കേണ്ട. വരാം, പക്ഷെ കണ്ടീഷൻ, ഫാത്തിമയുടെ കവാടം കടക്കുമ്പോൾ നിന്നെ അകത്തോട്ട് കയറ്റി വിടും. പിന്നെ ഞാൻ ഒരു അടി അകത്തോട്ട് വെക്കുകയല്ല. ആ കണ്ടീഷനിൽ പോകാം. ഇയാൾ എന്നോട് പറഞ്ഞാൽ കേട്ടോ, ഇയാൾ എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഈ പറയണേ. ഫാത്തിമയിൽ ചെന്നപ്പോൾ കവാടത്ത് ചെന്നപ്പോൾ പുള്ളി അടിമുടി വിറയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണീര് കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി. പുള്ളി ആകെപ്പാട് ചത്തുപോകുന്നു പേടിച്ചു. കാരണം ഒരിക്കലും ഉണ്ടാകാത്തൊരു വലിയ ഒരു ദിവ്യ സ്പർശനം പുള്ളിക്ക് കിട്ടി. അവിടെ മുട്ടുകുത്തി. അപ്പോൾ എന്നിട്ട് വിശ്വാസിയായി. ഇവിടെ നിന്ന് നായ്ക്കമ്പർമച്ച് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ശുശ്രൂഷകരെ അദ്ദേഹം ആണ് പിന്നീട് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോയി വചന ധ്യാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഫാത്തിമയുടെ ചരിത്രം എന്താ ഫാത്തിമയുടെ ചരിത്രം? റഷ്യ ലോകത്തെ മുഴുവനും തകർക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ സഭാപിതാക്കന്മാർ പറഞ്ഞു, എല്ലാ വിശ്വാസികളും ഡെയിലി മുട്ടുകുത്തി നിന്ന് 40 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. രക്ഷയുടെ ശക്തി വേറെ ആർക്കും ചേർക്കാൻ പറ്റുന്നതല്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ട് എന്താ പറഞ്ഞത്? 1917 എന്താ പറഞ്ഞത്? രക്ഷയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ രക്ഷ ലോകത്തെ എല്ലാവരും നശിപ്പിക്കും. എന്തുണ്ടായി?
ജോൺ പോൾ പാപ്പ 79 മാർപ്പാപ്പയാകുന്നു. താമസിയാതെ അദ്ദേഹം റഷ്യയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. 1989 ബെർലിൻ മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു. കമ്മ്യൂണിസം തല കുത്തി താഴെ വീണു. ഗോർബച്ചവും മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനും തമ്മിൽ ഉള്ള ബന്ധവും ഒരു കാരണമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 1960 ന്യൂയോർക്കിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് അന്നത്തെ റഷ്യൻ നേതാവ് ക്രൂഷ്ചേവ് ഒരു ഭയങ്കര പ്രകോപനപരമായ പ്രസംഗം നടത്തി. പ്രകോപനപരമായ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയെയും യൂറോപ്പിനെയും ഞങ്ങൾ കുഴിച്ചു മൂടും. അന്നത് പറയാൻ അദ്ദേഹത്തിന് ചങ്കൂറ്റമുണ്ടാകാൻ കാരണം അത്രയ്ക്കും റഷ്യ അണുശക്തിയിൽ ഏറ്റവും ടോപ്പായിരുന്നു. ഇത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷെ അവർക്കാർക്കും പോകുമ്പോഴേ അറിയാൻ പാടില്ല. അമേരിക്ക 70% പ്രൊട്ടസ്റ്റന്റ് രാജ്യമാണ്. അവർക്ക് പോകുമ്പോഴേ അറിയാൻ പാടില്ല. ആർക്കും പോകുമ്പോൾ അപ്പോഴാണ് 23 യോഹന്നാൻ മാർപ്പാപ്പ ഇത് കേട്ടിട്ട് പറഞ്ഞു, എനിക്കറിയാൻ പോകുമ്പോഴേ. എന്താ പോകുമ്പോഴേ? അദ്ദേഹം ഒരു മെയ് മാസം 13 ഫാത്തിമയിൽ ഒരു രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ജപമാല പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു. അന്ന് രാത്രി മുഴുവനും മഴ പെയ്തു. തോരാത്ത മഴ. വിശ്വാസികൾ ആരും പോയില്ല. എല്ലാവരും മഴയത്ത് നനഞ്ഞു നിന്നുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ലോകത്തിലെ 30 വിവിധ രൂപതകളിൽ നിന്നുള്ളവരുടെ പ്രത്യേക സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്ന പ്രാർത്ഥന. എന്നാൽ ജനലക്ഷങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രി തന്നെ റഷ്യയുടെ അണുവായുധ നിർമ്മാണ ഫാക്ടറിക്ക് തീ പിടിച്ചു. 300-ലധികം ശാസ്ത്രജ്ഞന്മാർ ഒറ്റയടിക്ക് മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫലമായി റഷ്യയുടെ അണുശക്തി 25 വർഷം പുറകോട്ട് പോയി. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുമ്പം 1 കൊല്ലം പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. 25 കൊല്ലം പുറകോട്ട് പോയി എന്താ സ്ഥിതി? അവന് വല്ല ഭാവി ഉണ്ടാകുമോ? പ്രൈസ് ദി ലോർഡ്. 25 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും ചൂട് പിടിച്ച്. അപ്പം എന്ത് ചെയ്തു? ജോൺ പോൾ ഉണ്ടാവാനാകാം മാർപ്പാപ്പ. അദ്ദേഹം ഇതുപോലെയുള്ള പ്രാർത്ഥനാ യജ്ഞം അവിടെ തന്നെ സംഘടിപ്പിച്ചു. അതേപ്പറ്റി പറയുന്നത്, ഫാത്തിമ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അന്ന് ജപമാലയെല്ലാം കൂടിയത്. അന്ന് റഷ്യയുടെ സെവർമോസ്ക് എന്ന് പറയുന്ന ആ ബേസിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ഈ ന്യൂക്ലിയർ ബോംബുകൾ വഹിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർന്നു പോയി. അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന ഒരു പ്രമുഖ ആ വ്യക്തിക്ക് പെട്ടെന്ന് കാരണമില്ലാതെ രോഗം വന്ന് അയാൾ മരിച്ചു. ഇത് അവരൊക്കെ മരിച്ചത് നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് മിക്കവാറും ലോകം തന്നെ കാണുകയില്ല. കത്തോലിക്ക സഭയെ തകർക്കാൻ ഇന്ന് ലോകം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ലോകശക്തികൾക്ക് വേറെ ഒരു സഭയോട് എതിർപ്പില്ല. പിശാചിന് വേണ്ടതെന്നതാ? പിശാചിന് ബ്ലാക്ക് മാസിന് വേണ്ടതെന്നാ? കത്തോലിക്ക അൾത്താരയിൽ കൂദാശിത വസ്തി മാത്രം മതി. മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം എതിർക്കുന്ന കത്തോലിക്ക സഭയെ മാത്രം, വേറെ ഒരു സഭ എതിർക്കാറില്ല. നിങ്ങൾ നിരീക്ഷിച്ചോ? കാരണം യഥാർത്ഥമായതുകൊണ്ടാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ആയുധം തുടക്കകാലം മുതൽ സഭ കാണിച്ചു തന്ന ആയുധമാണ്. സഭയുടെ ആരംഭം പോലും സാധ്യമല്ലാത്തവണ്ണം അപ്പോസ്തലന്മാര് തല്ലിപ്പിരിഞ്ഞ് നാനാവഴിക്ക് പോയപ്പോൾ അവരെ എല്ലാം കൂട്ടി മർക്കോസിന്റെ മാളിക ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ മറിയം കാരണമായി. സഭാപിതാക്കന്മാർ പറയുന്നൊരു വാചകം വായിച്ചാൽ പാഷണ്ഡതയാണോ എന്ന് തോന്നിപ്പോ. അത്രയ്ക്കും തീവ്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് എഴുതിയ ലേഖനത്തിൽ ഞാനത് വായിച്ചത്. സഭാപിതാക്കന്മാർ പറയുകയാണ്, പരിശുദ്ധാത്മാ ചൂടിൽ, അങ്ങനെയാണല്ലോ കോഴി മുട്ടയും ഇരിക്കുന്ന ചൂട് കൊണ്ടാണ്. മറിയം
സ്ലീഹന്മാരോടൊപ്പം ഇരുന്ന് പരിശുദ്ധാത്മ ചൂടിൽ സഭയെ വിരിയിച്ചു. സഭാപിതാക്കന്മാരുടെ അഭിപ്രായം. സഭാപിതാക്കന്മാർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പസ്തോലന്മാരെ പോലെ ആധികാരികതയോടെ ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരാണ് ഫാദേഴ്സ് ഓഫ് ദ ചേർച്ച്, സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ അധികം പേരില്ല. അവരത് പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ തുടക്കം മുതൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മറിയത്തെയാണ്. ഇനി ആർക്കും പേടി തോന്നില്ല, മറിയത്തിന് കൂടുതൽ ബഹുമാനം കൊടുത്താൽ യേശുവിന് കുറഞ്ഞു പോകുമെന്ന്. അതെന്ത് ന്യായ പറയുന്നത്? കല്യാണം കഴിച്ചു വരുത്താൻ പറയുക, അപ്പനെ അമ്മയെ സ്നേഹിച്ചു പോയാൽ ഭാര്യയോടുള്ള സ്നേഹം കുറഞ്ഞു പോകും എന്ന് പറയുന്ന പോലുള്ള പോഴത്തരവാദം. കല്യാണം കഴിച്ചവൻ അപ്പനെ അമ്മേനെ സ്നേഹിച്ചു പോയാൽ ഭാര്യയോടും മക്കളോടും സ്നേഹം കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢിത്തമാണ്. അപ്പനും അമ്മയ്ക്കുള്ള സ്നേഹത്തിൻ്റെ തലം വേറൊന്ന്, ഭാര്യയ്ക്കുള്ള സ്നേഹത്തിൻ്റെ തലം വേറൊന്ന്. ഇത് തിരിച്ചറിയാൻ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പോഷത്തരം ചിന്തിക്കുന്നത്.